ഹായ് സ്റ്റുഡൻസ്, നിങ്ങളപ്പോൾ HTMLൻ്റെ ചാപ്റ്റർ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ക്ലാസ്. അപ്പോൾ ഞാൻ എന്താ പറയാൻ പോകണമെന്ന് വെച്ചാൽ HTML നിങ്ങൾക്ക് കോഡിംഗ് എങ്ങനെ ചെയ്യാമെന്ന് ഫോണിൽ കൂടി ഒരു നല്ലൊരു ആപ്പ്, ഒരുപാട് ആപ്പുകളുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഈസി ആയിട്ട് തോന്നിയ HTML കോഡ് പ്ലേ എന്ന് പറയുന്ന ഒരു ആപ്പിലൂടെ എങ്ങനെ നിങ്ങൾക്ക് ഫോണിൽ തന്നെ HTML കോഡ് ചെയ്യാൻ പറ്റുന്നു. സിസ്റ്റമുള്ളവർ സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യാം, അങ്ങനെ അല്ലാത്തവർ HTML ഒന്ന് ചെയ്ത് നോക്കുക. അതായത് ഒരുപാട് ടാഗുകൾ ഇപ്പോൾ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് നേരിട്ട് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. വെറുതെ അത് മാത്രം കേട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓരോ ദിവസവും ക്ലാസ് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ അന്ന് പഠിപ്പിച്ച കോഡൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ HTML കോഡ് പ്ലേ എന്ന് പറയുന്ന ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ടാണ് ഓപ്പൺ എന്ന് കാണുന്നത്. അപ്പോൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരിക. അതിൽ നമ്മൾ ലേൺ എന്ന് സെലക്ട് ചെയ്യുക. ലേൺ എന്ന് സെലക്ട് ചെയ്താൽ ഇത് ഒരുപാട് ഓപ്ഷൻസ് ചെയ്യാൻ വേണ്ടി, ഒരുപാട് കോഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട്. അപ്പോൾ അതിലൊന്നാണ് HTML. ഇനി ജാവാസ്ക്രിപ്റ്റ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പഠിക്കും. അപ്പോൾ അതും വേണമെങ്കിൽ ഇങ്ങനത്തേൽ ചെയ്ത് ശീലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്ന് HTML സെലക്ട് ചെയ്യുക. HTMLൻ്റെ 5 ആണ് വേർഷൻ. അപ്പോൾ കാണുന്നതാണ് ഈ ഒരു വിൻഡോ. ഈ ഒരു വിൻഡോ കാണുന്ന സമയത്ത് ഇതിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനുള്ള നമ്മൾ 3 തരം പേജസ് ആണ് ഇതിലുള്ളത്. ഒന്ന് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പേജ്. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ കോഡും അല്ലെങ്കിൽ ഓരോ ടാഗും എന്തിനാണ് എന്നുള്ള അതിൻ്റെ എക്സ്പ്ലനേഷൻസാണ് അതിലുണ്ടാവുക. അപ്പോൾ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പം ഓരോ ടാഗും എന്തിനാണെന്നുള്ളത്. ഈ ഫസ്റ്റത്തെ ഡോക് ടൈപ്പ് HTML എന്നുള്ളത് അതൊരു HTML ആണ്. അത് ആക്ച്വലി അതൊരു ടാഗല്ല കേട്ടോ. അത് HTML ആണ് എന്ന് ബ്രൗസറിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അതിൻ്റെ മുന്നിലൊരു എക്സ്ക്ലമേഷൻ സൈൻ കണ്ടില്ലേ? നമ്മൾ C++ലൊക്കെ കമൻറ്റ് പഠിച്ച മാതിരി HTMLലെ കമൻ്റാണത്. എക്സ്ക്ലമേഷൻ സൈൻ ഉണ്ടാവുക. അപ്പോൾ അതേപോലെ അതൊരു ടാഗല്ല. പിന്നെ അതിന് ശേഷം HTML ഹെഡ്, ടൈറ്റിൽ ഓരോ ടാഗും എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ. പിന്നീട് നമുക്ക് അടുത്തതായിട്ട് കോഡ് എന്ന് പറയുന്ന അടുത്ത ഇതിലേക്ക് പോവാം. അപ്പോൾ കോഡെന്ന് പറയുന്നതിൽ ഇതാണ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇത്. അപ്പോൾ കോഡെന്ന് പറയുന്നതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു പേജ് കിട്ടുന്നുണ്ട്. ആ പേജിൽ ഡീഫോൾട്ടായിട്ട് കുറേ ടാഗുകൾ, കുറേ ആട്രിബ്യൂട്ടും ടാഗും ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് മാറ്റം വരുത്തേണ്ട ആവശ്യമുള്ളൂ. പുതിയ പേജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ മതി. ഇത് ഓൾറെഡി അവിടെ ഉണ്ട്. അതിൻ്റെ ബേസിക് ടാഗ്സ് ഒക്കെ അതിലുണ്ട്. നമുക്കറിയാം HTMLന് ഹെഡ് സെക്ഷൻ ഉണ്ടാവും, അതുപോലെ ബോഡി സെക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ഹെഡ് സെക്ഷനിൽ എഴുതേണ്ടത് അവിടെ എഴുതി ചേർത്താൽ മതി. ഇതിലിപ്പം ഒരു ബ്ലാങ്ക് HTML പേജാണ്. ഇതിലാകെ എഴുതിയിരിക്കുന്നത് ബോഡീൻ്റെ അകത്ത് ഹിയർ യു ക്യാൻ റൈറ്റ് HTML കോഡ് എന്നാണ്. അതായത് ഇവിടെയാണ് നമുക്ക് ബാക്കി എന്ത് പർപ്പസിന്, എങ്ങനത്തെ വെബ് പേജാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ കോഡ് എഴുതണ്ടേ. അത് ഈ സ്ഥലത്താണ് നമ്മൾ എഴുതേണ്ടതെന്ന് അർത്ഥം. അപ്പോൾ ഇതേ ഒരു കോഡ് ഈ ഒരു ഡീഫോൾട്ടായിട്ട് വരുന്നത്, അതായത് എപ്പോഴും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും അതിൻ്റെ വിൻഡോ തുറന്നു വരുന്നത്. അപ്പോൾ ഈ ഒരു പേജ് നമുക്ക് റൺ ചെയ്താൽ എന്തായിരിക്കും കിട്ടേണ്ടി വരിക? ഈ ടാഗൊന്നും വിസിബിൾ ആവില്ലല്ലോ ഔട്ട്പുട്ടിൽ. ടാഗൊക്കെ എന്തിനാണ്? ബ്രൗസറിന് പറഞ്ഞു കൊടുക്കുകയാണ് ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതിലിപ്പോൾ കാണുന്ന ഭാഗം എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ബോഡി പാർട്ടിൽ നമ്മൾ എന്താ ടൈപ്പ് ചെയ്തിട്ടുള്ളത്? ഹിയർ യു ക്യാൻ റൈറ്റ് HTML കോഡ് എന്ന്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ കാണുന്നത്? ഹിയർ യു ക്യാൻ റൈറ്റ് HTML കോഡ്. ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ ഈ 3 ഇതും മനസ്സിലായല്ലോ എന്തൊക്കെയാണ്? 3 ടാബുകളാണുള്ളത്. ഒന്ന് ഡിസ്ക്രിപ്ഷൻ, പിന്നെ ഒന്ന് കോഡ്, പിന്നെ ഒന്ന് ഔട്ട്പുട്ട്. അപ്പോൾ ഇത് 3ഉം പരിചയം. അപ്പോൾ അതായത് നമുക്കിനി എന്തെങ്കിലും എഴുതണമെങ്കിൽ എവിടെ എഴുതണം? ഇവിടെയാണ് നമുക്ക് എഴുതണം. അപ്പോൾ നമുക്കൊന്ന് വേണമെങ്കിൽ ഇത് മാറ്റി നോക്കാം. പുതിയൊരു HTML കോഡ് എഴുതുകയാണെങ്കിൽ നമുക്കിത് ഒന്ന് മാറ്റി വേറെ എന്തെങ്കിലും ഇവിടെ എഴുതാം. അപ്പോൾ വെൽക്കം എന്നാണ് എഴുതേണ്ടത്. ബോഡീൻ്റെ കൂടെ പിന്നെ നമ്മൾ വേറെ എന്തൊക്കെ ആട്രിബ്യൂട്ട്സാണ് പഠിച്ചത്? ബോഡി BG കളറൊക്കെ പഠിച്ചില്ലായിരുന്നോ? അപ്പോൾ അങ്ങനെ ബോഡി BG കളർ എന്തിനുള്ളതാണ്? ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറ് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പം ബോഡി BG കളറിൻ്റെ കൂടെ ഞാനിപ്പം റെഡ് എന്ന് കൊടുക്കുകയാണ്. അതുമാതിരി ടെക്സ്റ്റിൻ്റെ കളർ മാറ്റണമെങ്കിൽ ബോഡി ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു എന്നുള്ളിടത്ത് ഞാൻ വൈറ്റ് എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട്
ടൈപ്പ് ചെയ്യേണ്ടത് എന്താണ്, വെൽക്കം എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്തായിരിക്കും, ഇനിയിപ്പോൾ ഈ മാറ്റം വരുത്തിയത് ഔട്ട്പുട്ട് കാണണമെങ്കിൽ ഔട്ട്പുട്ടിൽ ക്ലിക്ക് ചെയ്താൽ എന്തായി, ഇപ്പം ബാക്ക്ഗ്രൗണ്ട് കളർ റെഡായി, ടെക്സ്റ്റിൻ്റെ കളർ വൈറ്റായി, വെൽക്കം എന്ന് പ്രിൻ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ പഠിച്ച ഓരോ ടാഗും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. വീണ്ടും തിരിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കോഡിലേക്ക് എത്തി. അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്ത് നോക്കുക. ഇനി അത് കൂടാതെ ഇതിൻ്റെ മേലെ കുറച്ച് പിന്നെ ഓപ്ഷൻസൊക്കെ കാണുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടണമെന്ന് വെച്ചാൽ, നമ്മൾ സേവ് ചെയ്ത് വെച്ച ഫയൽസ് ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യാം, ആദ്യത്തെ ഓപ്ഷൻ. അതല്ലാതെ ഈ ഒരു പിന്നെ ആപ്പ് തന്നെ നമുക്ക് ഒരുപാട് HTML ഫയൽസ് ഇതിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ HTML ഫയൽസാണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ ടാഗ് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതിൽ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓൾറെഡി സേവ് ചെയ്ത് വെച്ചൊരു ഫയലുണ്ട്. ആ ഫയൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതാ ഇവിടെ നോക്കിക്കോളൂ, ഹെഡ് ബോഡീൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന B&/Bൻ്റെ അകത്ത് ബോൾഡ് ടെക്സ്റ്റ്, അതായത് B എന്ന് പറയുന്ന ടാഗ് നമ്മൾ ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റ് കട്ടിയിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ആ B&/Bൻ്റെ ഇടയിൽ എഴുതിയിരിക്കുന്ന ബോൾഡ് ടെക്സ്റ്റ് എന്നാണ്. അപ്പോൾ അതായത് ബോൾഡ് ടെക്സ്റ്റ് എന്ന് എഴുതിയത് നല്ല കട്ടിയിലായിരിക്കും ഉണ്ടാവുക. പിന്നെ BR എന്ന് പറഞ്ഞാൽ ലൈൻ ബ്രേക്കിന് വേണ്ടിയിട്ടുള്ളത്. അതിനുശേഷം I&/Iൻ്റെ ഇടയിൽ ഇറ്റാലിക് ടെക്സ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇറ്റാലിക്സ് എന്ന് പറഞ്ഞാൽ ചരിച്ചെഴുതുന്നതിന്. പിന്നെ വീണ്ടും ഒരു ലൈൻ ബ്രേക്ക് ശേഷം U&/Uന് ഉള്ളിൽ അണ്ടർലൈൻ ടെക്സ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ അണ്ടർലൈൻ ടെക്സ്റ്റ് എന്നുള്ളതിൻ്റെ അടിയിൽ കൂടെ ഒരു വര ഉണ്ടാവും, അണ്ടർലൈൻഡ് ആയിരിക്കും. പിന്നെ വീണ്ടും ഒരു ലൈൻ ബ്രേക്ക് കൊടുത്തതിന് ശേഷം മൂന്നും കൂടി BU&I, അതായത് ദിസ് ഈസ് മിക്സ്ഡ് ലൈൻ എന്നുള്ളത് ബോൾഡായിരിക്കും, അതിനടിയിലൊരു വരയുണ്ടാവും, അത് ചരിച്ചിട്ടുമായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. നമുക്ക് ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. നോക്കൂ, ബോൾഡ് ടെക്സ്റ്റ് കട്ടിയിൽ വന്നിട്ടുണ്ട്, ഇറ്റാലിക് ടെക്സ്റ്റ് ചരിച്ചെഴുതിയിട്ടുണ്ട്, അണ്ടർലൈൻ ടെക്സ്റ്റ് അതിൻ്റെ താഴെ ഒരു വര വന്നിട്ടുണ്ട്. ഇനി ദിസ് ഈസ് മിക്സ്ഡ് ടെക്സ്റ്റ് എന്നുള്ളതോ അത് കട്ടിയിലുമാണ് ചരിച്ചിട്ടുമാണ്, അതിൻ്റെ അടിയിൽ അണ്ടർലൈനും ഉണ്ട്. അതായത് നമ്മൾ പറഞ്ഞത് ആദ്യത്തെ ഓപ്ഷൻ എന്തിനാണെന്നുള്ളത് അവിടെ തന്നെ അത് ഓൾറെഡി സേവ് ചെയ്ത് വെച്ചതാണ്. ഇനി അതേമാതിരി തന്നെ നമ്മൾ ചെയ്യുന്ന ഫയൽസും നമുക്കതിൽ സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. സേവ്ഡ് ഫയൽസ് എടുക്കുക. അതിൽ 2 ഫയൽസാണ് സേവ് ചെയ്ത് വെച്ചത്. അതിൽ ഞാൻ ലൈൻ കളർ എടുത്തപ്പം അതിൽ കൊടുത്തിരിക്കുന്ന ആട്രിബ്യൂട്ട് നേരത്തെ കൊടുത്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് കൊടുത്തു, ടെക്സ്റ്റിൻ്റെ കളർ വൈറ്റ് കൊടുത്തു, എന്നിട്ട് വെൽക്കം ടു MVHS അരിയല്ലൂർ എന്ന് കൊടുത്തു. എന്നിട്ട് HR ഹൊറിസോണ്ടൽ റൂളർ എന്നുള്ളതിൻ്റെ HR വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 50%, സൈസ് ഈസ് ഈക്വൽ ടു 10 പിക്സൽ എന്നുള്ളതാണ്, കളർ ഈസ് ഈക്വൽ ടു യെല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ് നോക്കൂ. HR എന്ന് പറയുന്ന ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ്, ഒന്ന് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വീതി 50% ആണ്, സൈസ് 10 പിക്സൽ, അതിൻ്റെ കട്ടി എത്രത്തോളം തിക്നെസ്സിലാണ് ആ ലൈന് വരയ്ക്കേണ്ടത് എന്നുള്ളത്, അത് 10 പിക്സലാണ്, കളറ് യെല്ലോ ആണ്. അതിനുശേഷം ടെക്സ്റ്റ് വരുന്നത് എന്താണ്, D2 ഈസ് ദ ബെസ്റ്റ് ക്ലാസ് ഓഫ് MVHSS. അതിന് താഴെ വീണ്ടും വരുന്നത് എന്താണ്, ഒരു റൂളറും കൂടി, അതിൻ്റെ വിഡ്ത്ത് നേരത്തേതിനെക്കാട്ടിലും കൂടുതലാണ്, 80%, കളർ എന്ത് കൊടുത്തിട്ടുണ്ട്, ഗ്രീൻ. സൈസിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല, അതായത് എങ്ങനെയാണോ ഡിഫോൾട്ട് സൈസ് അത്ര തന്നെയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. വെൽക്കം ടു MVHS അരിയല്ലൂർ കഴിഞ്ഞിട്ട് ഒരു ലൈന്, യെല്ലോ കളറിലുള്ള ഒരു ലൈന്, ആ കളറിലെ ലൈന് 50% ആണ് സൈസ്, കട്ടി 10 പിക്സൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെ D2 ഈസ് ദ ബെസ്റ്റ് ക്ലാസ് ഓഫ് MVHSS എന്ന് എഴുതിയതിന് ശേഷം വേറൊരു ലൈനും കൂടി കൊടുത്തിട്ടുണ്ട്, അതിന് 80% കൊടുത്തത്. അപ്പോൾ ആ വിൻഡോൻ്റെ 80% വന്നിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം വെൽക്കം എന്ന്, ഇങ്ങനെ ആണ് ഈ കോഡ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു, ഈ ഇത് എന്തിനാണെന്ന് ഓൾറെഡി ഉള്ള ഇത് നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ പാരഗ്രാഫ് ടാഗ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കോഡ് അതിലുള്ളതാണ്. അപ്പോൾ ഈ ഓൾറെഡി ഉള്ളത് എന്താ നിങ്ങൾ നോക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓരോ ടാഗും എന്തിനാണെന്ന് പഠിക്കാൻ സാധിക്കും. ഓക്കെ, അതിനുശേഷം ഇനി എങ്ങനെയാണ് സേവ് ചെയ്യാമെന്നും കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. ഇത് അടുത്തതായിട്ടുള്ള ടാഗ് നമുക്ക് പുതിയ കാര്യങ്ങൾ, പുതിയൊരു ഡോക്യുമെൻ്റ് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാനുള്ളതാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു പേജ് ഓപ്പൺ ചെയ്ത് വന്നു. അതിൽ നമ്മൾ എവിടെയായിരിക്കും ടൈപ്പ് ചെയ്യേണ്ടത്, ഈ ബോഡി പാർട്ടിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വെൽക്കം എന്ന് കൊടുത്തു. വെൽക്കം എന്ന് മാത്രം കൊടുത്തതിന് ശേഷം നമുക്കത് സേവ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇങ്ങോട്ട് റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സേവിൻ്റെ ഓപ്ഷൻ കാണാം. ആ സേവിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്താണ് പേര് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അതിൻ്റെ ഫയൽ നെയിമിൻ്റെ പേര് ഞാൻ വെൽക്കം എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. എന്നിട്ട്
സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ എവിടെ കാണണം? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സേവ്ഡ് ഫയൽസിൽ കാണണം. ഈ ഓപ്പൺ സേവ്ഡ് ഫയൽസിലൊന്ന് പോയി നോക്കാം. അതാ നമ്മൾ നേരത്തെ എഴുതിയ വെൽക്കം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് വേണമെങ്കിൽ ഒന്ന് നോക്കാം. ഒന്നുമില്ല, ജസ്റ്റ് വെൽക്കം എന്ന് പ്രിൻറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് പുതിയ ഇതെടുത്തിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലായി. പിന്നെ നമുക്ക് ആവശ്യം വരുന്ന ഇതൊന്നും പിന്നെ നമുക്ക് അത്രയ്ക്ക് ഇത് അപ്ലോഡ് ചെയ്യാനുള്ളത്, ഷെയർ ചെയ്യാനുള്ളത്, ഫുൾ വിൻഡോ ആക്കാനുള്ളതും പിന്നെ ഇതാണ് നമുക്ക് ആവശ്യമുള്ള ഒന്ന് സേവിങ്ങിനുള്ള ഓപ്ഷനാണ് പിന്നെ നമുക്ക് വേണ്ടത്. പിന്നെ അതിൻ്റെ കുറേ സെറ്റിങ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഓപ്ഷനായിട്ട് ഉള്ളത്. അങ്ങനെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും പിന്നെയുള്ള വേറെ ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓരോന്നോരോന്ന് ചെയ്ത് നോക്കുക. പിന്നെ അതിൻ്റെ കൂടെ പറയാനുള്ളൊരു കാര്യം കൂടി, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള കുറേ ടാഗ്, എല്ലാ ടാഗൊന്നുമില്ല, നമ്മൾ യൂഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന കുറേ ടാഗ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ ജസ്റ്റ് ടൈപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് നേരിട്ട് ഇപ്പോൾ H1 H2 H3 H4 ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സപ്പോസ് നമുക്ക് H1 വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ H1ഉം /H1ഉം ഹെഡിങ് ടാഗാണ് H1 എന്ന് പറഞ്ഞാൽ. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഔട്ട്പുട്ട് നോക്കാം. വെൽക്കം എന്ന് പറഞ്ഞിട്ട് H1 ഹെഡിങ് വലിയ ടാഗിൽ MVHS എന്ന് വന്നു. ഇതിപ്പോൾ സേവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ സേവിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷനിൽ ഇതാണ് സേവിൻ്റെ ഓപ്ഷൻ ചെയ്യുക. ഇവിടെ പേര് കൊടുത്തിട്ട് സേവ് ചെയ്യുക. അപ്പോൾ പിന്നെ ഓപ്പൺ ചെയ്യണമെങ്കിൽ നേരത്തെ പോലെ പറഞ്ഞതുപോലെ ചെയ്താൽ വിചാരിക്കുന്നു. നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ശരി, താങ്ക് യു.